സിമ്പിളായിട്ട് എന്നാൽ ഒരുപാട് വർക്കൊന്നും ഇല്ലാണ്ട് നല്ല ഭംഗിയിൽ ഒരു പിണ്ടി എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് ആളൂര് വരപ്രസാദനാഥ ഇടവകയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ചാതയിലി ബാബുചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാബുചേട്ടൻ്റെ അളിയനായിട്ടുള്ള വർഗീസേട്ടനും ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് ഈ ഒരു പിണ്ടി ഇവിടെ ഇത്ര ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലവർ വേസ് മോഡലിൽ നമുക്ക് ഒരുപാട് മോഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ അതിൽ ഫ്ലവർ വേസ് മോഡൽ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അതൊരു വേറെ ഒരു ഭംഗിയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു ഡെക്കറേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഈ ഒരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഫുൾ ക്രേപ്പ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ഈ ഒരു ഒറ്റ ഷീറ്റിലാണ്, ക്രേപ്പ് പേപ്പറിൻ്റെ ഒറ്റ ഷീറ്റിൽ നിന്നാണ് ഈ ഒരു ഷേപ്പ് വെട്ടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ പ്ലേറ്റും ഓരോ പേപ്പറാണ് അല്ലേ, ഓരോ പേപ്പറിൽ നിന്നാണ് ഈ ഒരു പ്ലേറ്റ് വെട്ടിയെടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഈ കൊത്തി കൊടുത്തിട്ടുള്ള ഈ ഫ്ലവേഴ്സ് ഇതും ക്രേപ്പ് പേപ്പറിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ മേക്കിംഗ് വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡൽ എല്ലാവർക്കും എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. എത്തിയിട്ടുള്ളത് ചാതേലി ജോയി ചേട്ടൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു മോഡല് നമുക്കറിയാം കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളതും ഉണ്ടാക്കിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മോഡലാണ്. അന്ന് നമ്മൾ കല്ലംകുന്നിലാണ് ഈ ഒരു പിണ്ടി ഡെക്കറേഷൻ ഐഡിയ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ നമുക്ക് കാണിച്ചു തന്നതാണ്. അപ്പോൾ അന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പച്ച പിങ്ക് കോമ്പിനേഷനിലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് വെള്ള മഞ്ഞ കോമ്പിനേഷനിൽ വളരെ ഭംഗിയായിട്ട് ഈ ഒരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ജോയി ചേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള ആശയും അതുപോലെ ആശയുടെ നാത്തൂനായിട്ടുള്ള ജിസ്നിയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കുഞ്ഞു വാവയൊക്കെ ഉണ്ട് കയ്യിൽ, എന്നിട്ട് പോലും ഇവർ രണ്ടുപേരും കൂടെ ഇത്രയും ഭംഗിയായിട്ട് ഈ ഒരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ 2 ദിവസമാണല്ലേ, 2 ദിവസം കൊണ്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് എന്തായാലും ശ്രമിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് ഇവർ ഈ കുഞ്ഞു വാവകളൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരും ഒന്ന് 2-3 പേരും കൂടെ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഈ ഒരു പിണ്ടി ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈസി ആയിട്ട് തന്നെ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ഭംഗിയുണ്ട്, നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി നമ്മൾ ആരെങ്കിലും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വളരെ നല്ലതായിരിക്കും. അതുപോലെ റെഡ് യെല്ലോ കോമ്പിനേഷനും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ നീല വെള്ള ഇതും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളിനി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് കോമ്പിനേഷൻ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷനിൽ നല്ലൊരു പിണ്ടി നിങ്ങൾ എല്ലാവരും തന്നെ പെരുന്നാളാകുമ്പോൾ തീർച്ചയായിട്ടും ഡെക്കറേറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും നല്ല പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞങ്ങളെ അറിയിക്കണം, അല്ലെങ്കിൽ നമുക്കിത് വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിണ്ടിയുടെ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ താഴെയായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ അന്വേഷിച്ച് എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തി ആ ഒരു പിണ്ടി നമുക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു വർഷം പെരുന്നാളിന് പിണ്ടി ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. കാണുന്നത് വാഴപ്പള്ളി തോമസ് ചേട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു പിണ്ടി ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മോഡലാണ് ഈ ഒരു മോഡൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ നല്ല കിഡുമാണ് കേട്ടോ. ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ബ്ലൂ ആൻഡ് വൈറ്റും നല്ല രസമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. വളരെ കുറച്ച് സമയം മതി ഈ ഒരു കൊടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഒട്ടും സമയമില്ലല്ലോ എന്ന് വിചാരിച്ച് പിണ്ടി കുത്തണ്ടാന്നോ അല്ലെങ്കിൽ വളരെ ചെറുതായിട്ട് നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുള്ള ഒരു ട്രയാങ്കിൾ മോഡൽ അതൊന്നും കുത്താൻ നിൽക്കരുത്. അങ്ങനെ തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ
ഏറ്റവും ഞങ്ങളെ ഏറ്റവും നന്നായി എന്താ പറയുക ചെയ്യാൻ പറ്റുമെന്ന് സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡൽ ഇത് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ. അപ്പോൾ എല്ലാവരും തന്നെ ഒട്ടും സമയമില്ലാത്തവർ മാത്രം നല്ല ഭംഗിയിൽ ഇങ്ങനെയെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വർഷത്തെ പെരുന്നാൾ നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 2 വർഷം കോവിഡൊക്കെ കാരണം കൊണ്ട് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അധികം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം എല്ലാവരും നല്ല ഭംഗിയുള്ളൊരു പിണ്ടി എന്തായാലും വീടിൻ്റെ മുന്നിൽ പെരുന്നാളിന് വേണ്ടിയിട്ട് തയ്യാറാക്കി എടുക്കണം കേട്ടോ.